മച്ചവരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അബുക്കെ ബ്ലോഗ്സ് അഭിലാഷ്. നമ്മളിപ്പോൾ ഉള്ളത് കുരിയച്ചിറയിലുള്ള ഇന്റൽ സുസ്കിയിലാണ് കേട്ടോ. എന്താന്നല്ലേ, XS 125 ആ ഒരു വാഹനത്തിന്റെ റിവ്യൂ ചെയ്യാനാണ് നമ്മൾ ഇന്ന് ഇപ്പോ ഈ ഒരു ഷോറൂമിലേക്ക് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ ആ വാഹനത്തിന്റെ വിശേഷങ്ങളാവും കേട്ടോ. അപ്പൊ ആ ഒരു വിശേഷങ്ങളിലേക്ക് ഓക്കെ വാ. നമ്മുടെ XS 125ന്റെ കാര്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഗൗതം ബ്രോ നമ്മളോടൊപ്പം ഉണ്ട്. ഗൗതം ബ്രോയോട് നമുക്ക് XS 125ന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം കേട്ടോ. ഗൗതം ബ്രോ നമസ്കാരം. നമസ്കാരം. നമ്മള് വീണ്ടും കണ്ടുമുട്ടിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഇപ്പൊ നമ്മുടെ കണ്ടുമുട്ടല് XS 125ന്റെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിട്ട്. ഓക്കെ ഗൗതം ബ്രോ, എന്താണ് XS 125 വരുമ്പോ ഈ ഒരു പുതിയ രീതിയിൽ വരുമ്പോൾ ഉള്ള മാറ്റങ്ങൾ? നമുക്ക് പുതിയ അപ്ഡേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ തന്നെ വന്നിട്ടുണ്ട്. പഴയ മോഡൽ വെച്ചിട്ട് പുതിയ ഇതിലേക്ക് വന്നപ്പോ ഓക്കെ, എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ? നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാൻ നമുക്ക് LED ഹെഡ്ലൈറ്റിലാണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് മെറ്റൽ ബോഡിയാണ് വരാം. ഇൻഡിക്കേറ്ററിന്റെ ഈ രണ്ട് പാനലും മഡ് ഗാർഡും നമുക്ക് മെറ്റൽ ആയിരിക്കും. മെറ്റൽ ബോഡിയാണ്. അതെ, ഒരു സ്റ്റൈലിഷ് ലുക്കിലാണ് വന്നത്. നേരെ താഴോട്ട് പോകുമ്പോൾ നമുക്ക് അലോയ് വീലോട് കൂടിയ ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത്. ഫ്രണ്ട് വീൽ സൈസ് നമുക്ക് 12ഉം ബാക്കിലോട്ട് വരുമ്പോ 10 ഇഞ്ചോടും കൂടിയാണ് വരുന്നത്. വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ XS 125ന്റെ ഒരു പഞ്ചിങ് ലോഗോ തന്നെ ഇതിൽ വരുന്നുണ്ട് ബോഡിയുമ്പോ തന്നെ. ഇതിപ്പോ വണ്ടിയുടെ സ്പെഷ്യൽ എഡീഷൻ ആണ്, തേർഡ് ഓപ്ഷൻ ആണ് ഈ ഒരു വാഹനം വരുന്നത്. അതെ. പിന്നെ താഴോട്ട് വന്ന SCP എന്ന് പറയുന്നത് നമുക്ക് സുസുക്കി എക്കോ പെർഫോമൻസ്. നമുക്കൊരു വണ്ടിയുടെ മൈലേജിന്റെ ടെക്നോളജിയുടെ നെയിമാണ്. ഇതിന്റെ താഴെ തന്നെ നമുക്ക് സൈലൻസർ വരുന്നുണ്ട്. മഫ്ലർ ഒരു സ്റ്റൈലിഷിംഗ് ആണ്, ഒരു ക്രോം ഫിനിഷിംഗിലാണ് വരാം. ഈ ഒരു സംഭവം ക്രോമിൽ വന്നിട്ടുള്ളതുകൊണ്ട് ഗൗതം ബ്രോ ഒരു പ്രത്യേക ക്ലാസിക് ലുക്കിലായിരിക്കും നമുക്ക് XS 125 വരുന്നത്. അലോയ് വീൽ ഡ്രം ബ്രേക്കോട് കൂടിയാണ് വരാം. നമുക്കിവിടെ റിഫ്ലക്ടർ സൈഡിലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് വരുമ്പോ ഡ്രം ആണ് വരുന്നത്. അതെ. അതില് ഡിസ്ക് കാര്യങ്ങളൊന്നും ഫ്രണ്ട് ബ്രേക്ക് വരല്ലോ. നമുക്ക് കോമ്പി ബ്രേക്ക് ആണ് വരാം. ഒറ്റ ബ്രേക്കിൽ തന്നെ രണ്ടിലേക്കും കണക്ഷൻ ഉണ്ടായിരിക്കും നമുക്ക്. നമുക്ക് ടൈൽ ലൈറ്റ് വന്നത് വണ്ടിയുടെ ആ ലുക്കിൽ തന്നെയാണ്. നമുക്ക് ഹാലോജൻ ബൾബാണ് വരാം. ഇൻഡിക്കേറ്റർ ഇതിന്റെ ഒപ്പം തന്നെ ഇൻക്ലൂഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഗൗതം ബ്രോ, നമുക്ക് ഈ സൈഡിൽ നിന്ന് തന്നെ നോക്കുമ്പോ ഇങ്ങനെ ആയിരിക്കും. അതെ, ഓവൽ ഷേപ്പിലാണ് വരാം. അതും ഒരു ആ വണ്ടിയുടെ ഭംഗി പോവാത്ത രീതിയിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലെ. അപ്പൊ ബ്രോ, നമുക്ക് ഇതിൽ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അതിന്റെ പെട്രോളിന്റെ ക്യാപ്പ് നമുക്ക് പുറകിലാണ്. നമുക്ക് ഇതിന് സീറ്റ് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമുക്കിപ്പോ പ്രൈവസി ആയ കുറച്ച് ഐറ്റംസ്, നമുക്ക് ലഗേജുകൾ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്കത് തുറക്കണമെന്നില്ല സീറ്റ്. നമുക്ക് ഇവിടെ തന്നെയാണ് അതിന്റെ ക്യാപ്പ് വരുന്നത് പെട്രോളിന്റെ. അതെ. എന്തായാലും ഈ ഒരു കൊണ്ടുവന്നിട്ടുള്ളത് നന്നായിട്ടുണ്ട്. പിന്നെ E20 എന്ന് പറയുന്നത് എഥനോളിന്റെ കണ്ടന്റ് കൂടിയുള്ള പെട്രോളാണ് വരുന്നത് നമുക്കിപ്പോ. അതായത് പൊല്യൂഷൻ കുറയ്ക്കും. നമുക്ക് നമ്മുടെ ഇവിടെ കേരളത്തിൽ നമുക്ക് പെട്രോൾ വന്നു തുടങ്ങണമല്ലോ. ഇപ്പൊ ബാംഗ്ലൂരൊക്കെ ഒരു ഇതായി തുടങ്ങി. അപ്പൊ അതിനായിട്ടുള്ള എഞ്ചിനാണ് ഇപ്പൊ വണ്ടികൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പൊല്യൂഷൻ എത്രത്തോണ്ട് കുറയ്ക്കാൻ പറ്റാ അത്രത്തോണ്ട് കുറയ്ക്കാൻ വേണ്ടിട്ടല്ലേ ആ ഒരു സിസ്റ്റമാണ് വന്നത്. അതെ. ഇപ്പൊ നമുക്ക് ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സുസുക്കിയുടെ സെയിം ലോഗോ തന്നെ ഇവിടെ പഞ്ചിങ് ടൈപ്പ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോ ഫുഡ് റെസ്റ്റ് നമുക്ക് ഡെലിവറിക്ക് ആയിട്ടുള്ള വണ്ടിയാണ് നമ്മുടെ കസ്റ്റമറുടെ. ഫുഡ് റെസ്റ്റ് നമ്മുടെ ഈ വണ്ടിക്ക് വരുന്നുണ്ടോ? ഇല്ല, നോർമൽ ഫുഡ് റെസ്റ്റ് ഉണ്ടായിരിക്കും വണ്ടിക്ക്. ലേഡീസ് ഫുഡ് റെസ്റ്റ് നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്നതാണ്. ആക്സറീസ് തന്നെ നമുക്ക് അഡീഷണൽ കോസ്റ്റിലാണ് വരുന്നത്. അഡീഷണൽ ചാർജ് വരും. അതെ, ഈ സൈഡിൽ തന്നെയാണ് വരുന്നത് നമുക്ക്. അതൊക്കെ നോർമലി ഫിൽറ്റർ ബോക്സ് കാര്യങ്ങള്. ഇത് ഫ്ലോർ മാറ്റ് ഇപ്പൊ നമ്മൾ സുസുക്കി തന്നെ ജെന്യൂൻ ആക്സറീസ് ആയിരിക്കും. ഇത് വണ്ടിയുടെ ഒപ്പം ഉണ്ടാവും? ഇല്ല, അഡീഷണൽ നമ്മളിതിപ്പോ നമ്മുടെ കസ്റ്റമർ ഡെലിവറി ആണ്, ഇപ്പോൾ എത്തും. അപ്പൊ ഈ വണ്ടി ഡെലിവറി നമുക്ക് ഈ ഒരു സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ ചാർജർ വരുന്നുണ്ട്. USB പോർട്ടാണ്. നമുക്ക് വണ്ടി എവിടേക്ക് പോവാണെങ്കിൽ നമുക്ക് ചാർജിങ് ടൈപ്പ്
ഓൾറെഡി ഉള്ളതാണ്. നമുക്ക് ഇതിൽ കുത്തി വെച്ച് ഫോണിൽ വെക്കാം, അല്ലെങ്കിൽ ഒരു വാട്ടർ ബോട്ടിൽ വെക്കാനുള്ള സ്പേസും കൂടിയാണ് അത്. ഗൗതം ബ്രോ, നമുക്ക് ഇനി മീറ്റർ കൺസോളിന്റെ നോക്കിയാലോ? ഓക്കെ നോക്കാം. എന്തൊക്കെയാണ് മീറ്റർ കൺസോളിന്റെ ബേസ്? മീറ്ററിലേക്ക് പോകുമ്പോ നമുക്ക് ഡിജിറ്റൽ വിത്ത് അനലോഗ് ആണ് മീറ്റർ വരുന്നത്. നമുക്ക് ആ പഴമ, അതായത് ഒരു ക്ലാസിക്കൽ ലുക്കാലോ നമ്മുടെ ആക്സിസ് 125 ആയിട്ടാണ് വന്നത്. ഇതിന്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ഓഡോ കിലോമീറ്റർ വരും, നമുക്ക് ഓഡോമീറ്റർ, ഓക്കെ, 2 ട്രിപ്പ് മീറ്റർ, ട്രിപ്പ് എ, ട്രിപ്പ് ബി, ടൈം, അതൊക്കെ എല്ലാ വണ്ടിയിലും അഡീഷണൽ നമുക്ക് വണ്ടിയുടെ നമ്മുടെ ബാറ്ററിയുടെ വോൾട്ട് 12 വോൾട്ട് വേണം നമുക്ക് വണ്ടി സ്റ്റാർട്ട് ആവാനായിട്ടുള്ള വോൾട്ട്. അപ്പൊ നമ്മള് അനാവശ്യമായിട്ട് ചാവി ഓൺ ചെയ്തിടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. ഇതിന്റെ ഹെഡ്ലൈറ്റും പമ്പും ഓൾറെഡി ചാവി ഓൺ ചെയ്താൽ തന്നെ ഓൺ ആണ്. അതിന് ആ കാട്ടുന്ന സിമ്പിൾ ആയിരിക്കും ഈ ഒരു അല്ല, ഈ ലൈറ്റ് ഇത് ബാറ്ററി വോൾട്ട് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് ഈ ഷെയ്ഡിങ് വരുന്നത് നമുക്ക് എക്കണോമി ഇതിലാണ് കാണിക്കുക. നമ്മുടെ എക്കണോമി ഇതിലാണ് കാട്ടുന്നത്. അതെ, ഗ്രീൻ ഷെയ്ഡ് ആയിരിക്കും. ഓക്കെ, ഇനി അത് നമ്മള് സ്പീഡ് കൂട്ടുന്നതോറും കളേഴ്സ് മാറും. നൈറ്റ് ഒക്കെ ഗംഭീര ഭംഗിയായിരിക്കുമല്ലേ കാണാൻ? അതെ. അപ്പൊ നമുക്ക് മീറ്റർ കൺസോൾ ബേസ് ചെയ്തിട്ട് ഇത്ര കാര്യങ്ങളാണ്. ഇനി നേരെ സ്വിച്ചസിൽ വന്നാലോ? സ്വിച്ചസിൽ പോകുമ്പോ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഡിം ലൈറ്റ് ഓൾറെഡി കത്തിക്കെടുക്കുന്നതാണ്. ഓക്കെ, ബ്രൈറ്റ്, നോർമലി ഇൻഡിക്കേറ്റേഴ്സ്, ലെഫ്റ്റ്, റൈറ്റ്, ഹോൺ, ആ സ്വിച്ചസ് ആണ് ലെഫ്റ്റ് സൈഡിൽ വന്നേ. റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോ നമുക്ക് എഞ്ചിൻ സ്വിച്ച് ഉണ്ട്, അതുമ്പോ തന്നെ ജസ്റ്റ് ബ്രേക്ക് പിടിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ആവുമല്ലോ. അതെ. 125 സീറ്റ് കുറച്ച് ലെങ്ത് കൂടുതൽ. അതെ, നമുക്കിപ്പോ ബാക്കിയുള്ള സ്കൂട്ടേഴ്സിന് വെച്ച് നോക്കുമ്പോ ഫുൾ ലെങ്ത് കൂടിയ ടൈപ്പാണ് ആക്സിസ് 125 വരുന്നത്. ഫാമിലി യൂസ് ആണ്, അതുപോലെ തന്നെ ഒരു ബാക്ക് റെസ്റ്റും ക്യാബറയിലും വന്നിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അതെ, പ്രൊട്ടക്ഷൻ ആണ്, അതായത് ബാക്ക് നമുക്ക് കറക്റ്റ് റെസ്റ്റ് എടുക്കും. നമുക്ക് 21 ലിറ്റർ സ്പേസ് ആണ് സീറ്റിന്റെ ഉള്ളിൽ വരുന്നത്, ബൂട്ട് സ്പേസ്. പിന്നെ കുറച്ച് സാധനങ്ങളും വെക്കാൻ പറ്റും. അതെ. ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഓൾറെഡി. ഓക്കെ, ഇത്രയാണ് പിന്നെ നമുക്ക് ഹുക്കുകൾ ഉണ്ട് വണ്ടിയുമേ. അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ താങ്ങാനുള്ള. ഇവിടെ ഒരു ഹുക്ക് വരും, ഇവിടെ നമുക്ക് സെക്കൻഡ് ഉണ്ട്, 2 ഹുക്ക് വരുന്നുണ്ടല്ലോ അല്ലെ. പിന്നെ നമുക്ക് ഹെൽമെറ്റ് ലോക്കിനായിട്ട് സെക്കൻഡ് സേഫ്റ്റി ലോക്ക് ഉണ്ട്. അതെ, ഹെൽമെറ്റിന്റെ ഹുക്ക് നമുക്ക് പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ വേറെ ആർക്കും ഓപ്പൺ ചെയ്ത് എടുക്കാൻ പറ്റില്ല. ഗൗതം ബ്രോ, അപ്പൊ ഇത്രയാണ് ആക്സസ് 125ന്റെ കാര്യങ്ങൾ വരുന്നത് അല്ലെ? അതെ. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ മൈലേജ് പറയുന്നത്? മൈലേജ് എന്ന് പറയുമ്പോൾ നമുക്ക് 64 കമ്പനി മൈലേജ് വരുന്നത്. നമ്മുടെ കസ്റ്റമേഴ്സ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 57 വരെയാണ്, 56-57 നമ്മുടെ നോർമൽ സിറ്റിയിൽ നമുക്ക് ഓടിക്കുമ്പോൾ കിട്ടണത്. ഓക്കെ ഗൗതം ബ്രോ, ഇന്നലെ ഞാൻ ഒരു കസ്റ്റമറെ കാണാനിടയായി. അപ്പൊ ആളോട് ഞാൻ ജസ്റ്റ് ചോദിച്ചപ്പോ ആൾക്കൊരു 62 ഒക്കെ മൈലേജ് കിട്ടുന്നെന്ന് പറഞ്ഞത്. അതെ. അപ്പൊ അത് ഓരോ കസ്റ്റമേഴ്സ് വണ്ടി ഓടിക്കണ എക്കണോമിയുടെ മാറ്റാണ്. നമ്മുടെ സിറ്റിയിൽ എന്ന് പറഞ്ഞാൽ ഫുൾ ബ്രേക്കിംഗ് ആണ്, എക്കണോമി കീപ്പ് ചെയ്ത് പോകാൻ ഈ കമ്പനി 64 തന്നെ നമുക്ക് മൈലേജ് കിട്ടും. ഓക്കെ, അതുപോലെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഗൗതം ബ്രോ, നമ്മുടെ സർവീസ് അപ്ഡേഷൻ കറക്റ്റ് ആയി പോകണം അല്ലെ? അതെ. ആണെങ്കിൽ മാത്രം നല്ല രീതിയിൽ മൈലേജ് കിട്ടും. പിന്നെ മെയിൻ ആയിട്ടുള്ള അപ്ഡേഷൻ എന്ന് പറയുമ്പോൾ സുസുക്കിന്ന് പുതിയ അപ്ഡേഷൻ 5 വർഷത്തെ വാറന്റിയാണ് നമുക്കുള്ളത്. അത് 10 വർഷത്തേക്ക് അപ്ഡേറ്റ് ചെയ്തു. ഓക്കെ, വണ്ടിയുടെ ഇലക്ട്രോണിക് പാർട്സ് എഞ്ചിന്റെ 10 വർഷത്തേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി കസ്റ്റമേഴ്സ് അങ്ങനെ ഒരു ടെൻഷനും വേണ്ട. അതെ. ഫുൾ റീപ്ലേസ്മെന്റ് വാറന്റിയാണ്. നമ്മൾ സർവീസ് പ്രോപ്പർ ആയിട്ട് പോകണം എന്നുള്ള ഒരു കാര്യം മാത്രമേ പറയണുള്ളൂ. നിങ്ങളെ എങ്ങനെ സർവീസ് നന്നായിട്ട് ചെയ്യണോ അതിനനുസരിച്ച് ആ വണ്ടി നിങ്ങൾക്ക് തിരിച്ചും തരും. കളേഴ്സ് എന്ന് പറയുമ്പോൾ ഇത് 4 വേരിയന്റിലാണ് നമുക്ക് ആക്സസ് വരുന്നത്. ഓക്കെ, ആക്സസ് സ്റ്റാൻഡേർഡ് വേരിയന്റ് ഉണ്ട്, സെക്കൻഡ് ഡിസ്ക് വേരിയന്റ്, സ്പെഷ്യൽ എഡിഷൻ, പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, അങ്ങനെ 4 വേരിയന്റിൽ വരും. ഇതിപ്പോ നമ്മൾ പരിചയപ്പെട്ട സ്പെഷ്യൽ എഡിഷൻ ആണ്, തേർഡ് ഓപ്ഷൻ ആണ്. ഫസ്റ്റിലും സെക്കൻഡിലും 4 കളർ വെച്ചിട്ടാണ് വരാം. ഏതൊക്കെ കളേഴ്സ്? അതിൽ നമുക്ക് മാറ്റ് ബ്ലാക്ക്, വൈറ്റ്, ഗ്രീനിഷ് ബ്ലൂ, മാറ്റ് സിൽവർ, അങ്ങനെ 4 കളറിൽ. സെക്കൻഡിലും ഫസ്റ്റിലും സെയിം കളർ. തേർഡ് ഓപ്ഷൻ പോകുമ്പോ നമുക്ക് മാറ്റ് ബ്ലാക്ക്, ഗ്രീനിഷ് ബ്ലൂ, വൈറ്റ്, പിന്നെ 2 ഡുവൽ ടോൺ കളർ വന്നിട്ടുണ്ട് നമുക്ക്. ഓക്കെ, അങ്ങനെയാണ് വേരിയൻസും കളറും തിരിച്ചേക്കണേ. അതെ. ആക്സസ് 125 ബേസ് മോഡൽ തുടങ്ങി ടോപ്പ് ആൻഡ് മോഡൽ വരുമ്പോ റേറ്റ് വരുന്നത്. റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് 1,05,500 സ്റ്റാൻഡേർഡ് വേരിയന്റിന് വരുന്നുള്ളൂ. ഓൺ റോഡ് പ്രൈസ് ആണ്. ഓൺ റോഡ് പ്രൈസ് അത് നേരെ ടോപ്പിലേക്ക് പോകുമ്പോ 1,17,620 ടോപ്പിനും വരുന്നുള്ളൂ. ചെറിയൊരു ഡിഫറൻസുകൾ, അതിലെ ചെറിയ മാറ്റങ്ങളും ഉണ്ടാവുന്നു. അതെ. ഡ്രം വീലോട്ട് അലോയ് വീല്, ക്രോം ഫിനിഷിംഗ്, മൊബൈൽ ചാർജ്, അങ്ങനത്തെ ഓരോ അപ്ഡേഷൻസ് ആണ് ഓരോ വേരിയന്റില്. ഇത്രയാണ് നമ്മള് ആക്സസ് 125ന്റെ വിശേഷങ്ങൾ അല്ലേ? ഗൗതം ബ്രോ, നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടൊക്കെ നമ്മുടെ സബ്സ്ക്രൈബ്സോ വ്യൂസോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അവർക്ക് ഡിസ്കൗണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ?
അപ്പൊ ബ്രോന്റെ കെയർ ഓഫ് ആയതുകൊണ്ട് നമുക്ക് എന്തായാലും ചെയ്യാം. നമുക്ക് ബുക്കിംഗ് ഉള്ള മോഡലുകളാണ്. പക്ഷെ ഓക്കെ, ഞാൻ വന്നപ്പോ ശ്രദ്ധിച്ചു കേട്ടോ, കാരണം ആകെ 2-3 വണ്ടി ഇവിടെ ഇരിക്കുന്നുള്ളൂ. വണ്ടി നമുക്ക് ലിമിറ്റഡ് ആണ്, വരുമ്പോഴേക്കും അത് ബുക്കിംഗ് ആവാണല്ലേ? അതെ അതെ. ഇപ്പൊ ഈ നമ്മളിപ്പോ റിവ്യൂ ചെയ്ത വണ്ടി തന്നെ വൈകിട്ട് ഡെലിവറി ചെയ്യാൻ വന്നിട്ടുള്ള വണ്ടിയാണ്. പിന്നെ നമുക്ക് ഇരിക്കുന്നത് ഇവിടെ ഒരു വണ്ടി ഇരിക്കുന്നുണ്ട്, അവിടെ ഒരു അതെ അതെ വൈറ്റും അപ്ഡേഷൻ മോഡലുകളാണ് വേറെ വേരിയന്റുകൾ. ഓക്കെ, അപ്പൊ എന്തായാലും മച്ചവരെ നമ്മുടെ ആ ഒരു വീഡിയോ ഒക്കെ കണ്ടുവരുവാണെങ്കിൽ നമ്മൾ ഇവിടെ വീഡിയോയില് ഇവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും, വിളിക്കുക. നിങ്ങൾ ബുക്ക് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അബൂക്കെ വ്ലോഗ്സ് ചാനൽ കണ്ടിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ തരും. നമ്മുടെ ഗൗതം ബ്രോനെ കാണാം. ഗൗതം മച്ചാൻ, അപ്പൊ ഈ ഒരു സമയം കൊണ്ട് സുസ്കി ആക്സസ് 125യുടെ ഇത്ര വിശേഷങ്ങൾ പറഞ്ഞു തന്ന നമ്മുടെ മച്ചാന് ബിഗ് താങ്ക് യു കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും മച്ചാന്റെ നമ്പർ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവും, വിളിക്കാലോ അല്ലെ കസ്റ്റമേഴ്സിന്? വിളിക്കാം. ഓക്കെ, ബൈ. മച്ചാനെ, ഇന്നത്തെ വിശേഷം നമ്മുടെ സുസ്കി ആക്സസ് 125ന്റെ വിശേഷങ്ങളായിരുന്നു. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ആ ബെൽ ബട്ടൺ അങ്ങോട്ട് അമർത്തി അങ്ങോട്ട് ചോട്ടി പിടിച്ചോളൂ. ഞാൻ നിങ്ങളുടെ സ്വന്തം അബൂക്കെ വ്ലോഗ്സ് അഭിലാഷ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.